പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ വിതുമ്പുകയാണ് പാങ് ഗ്രാമം. പരുക്കേറ്റ 4 പേരിൽ 3 പേർ ഗുരുതരാവസ്ഥയിലാണ്. ചികിത്സയിലായിരുന്ന 11-കാരൻ ഷഹാദിനെ വാർഡിലേക്ക് മാറ്റി. ഇപ്പോൾ വിലാപയാത്രയായിട്ടുള്ള ആംബുലൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന പാങ്ങിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷാരിഖ് നവാസ് ചേരുന്നുണ്ട്. ഷാരിഖ്, എത്തിയോ അവർ? പ്രവിധ അല്പസമയത്തിനകം പാങ് ഗ്രാമത്തിലേക്ക് ഈ ആംബുലൻസുകൾ എത്തിച്ചേരും. ഏകദേശം 4 കിലോമീറ്റർ മാത്രം ദൈർഘ്യമാണ് ഇനിയുള്ളത്. ഇപ്പോൾ ഇനി കുറച്ചുകൂടെ സഞ്ചരിച്ചാൽ ഈ പാങ് ഗ്രാമത്തിലേക്ക്, അതായത് ഇവർ പൊതുദർശനം ഒരുക്കിയിട്ടുള്ള സ്കൂളിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഈ ഗ്രാമപ്രദേശമായതിനാൽ ആംബുലൻസുകൾ പതിയെ മാത്രമാണ് പോകുന്നതുള്ളൂ. കാരണം ആളുകൾ ഇടതൂങ്ങി വളരെ ചെറിയ റോഡാണ്. അത്തരത്തിൽ ആംബുലൻസിൻ്റെ വേഗത വളരെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ 9 ആംബുലൻസും ഇപ്പോൾ ഈ പാങ് ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുകയാണ്. 9 മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള 9 ആംബുലൻസും അല്പസമയത്തിനുള്ളിൽ ആ സ്കൂളിൽ എത്തിച്ചേരും. വലിയൊരു സങ്കടത്തോടെയുള്ള യാത്ര. കാരണം അവിടെ കാത്തിരിക്കുന്നത് വലിയ കണ്ണീർ കാഴ്ചകൾ മാത്രമാണ്. കാരണം 9 മൃതദേഹങ്ങൾ, അതായത് വലിയ സന്തോഷത്തിൽ പോയ ആളുകൾ തിരിച്ചെത്തുന്നത് ചേതനയറ്റ ശരീരവുമായാണ്. അത്തരത്തിൽ ആ കാഴ്ച കാണുന്നത് വലിയൊരു ദുഃഖകരം തന്നെയാണ്. ദുഃഖകരം എന്ന് പറഞ്ഞാലും പോരാ, അത്തരത്തിൽ വലിയ സഹിക്കാനാവാത്തൊരു സങ്കടമാണ്. ആ സങ്കട കാഴ്ചയിലേക്കാണ് നമ്മളും പോകുന്നത്. കാരണം അത്തരത്തിൽ അവിടെ കാത്തിരിക്കുന്നത് കണ്ണീറുകൾ മാത്രമാണ്. ഉറ്റവർ, ബന്ധുക്കൾ, അതുപോലെ തന്നെ ഉമ്മമാർ, സഹോദരിമാർ, അത്തരത്തിൽ ഇവരെ കാത്തിരിക്കുന്നത് വലിയൊരു അവരുടെ ഉറ്റവരാണ്. അവർക്ക് ഇത് താങ്ങാനാവുന്ന കാഴ്ചയല്ല. കാരണം 9 പേരുടെ മൃതദേഹമാണ് ഈ പാങ് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇത് ഈ നാടിനെ ഒന്നടങ്കം നടുക്കിയ ഒരു കാഴ്ച തന്നെയായിരിക്കും. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാനും പാടില്ലാത്ത ഒരു കാഴ്ച തന്നെയാണ്. അത്തരത്തിൽ 9 ആംബുലൻസുകൾ ഈ കൊച്ചു ഗ്രാമത്തിലൂടെ കടന്നു പോവുകയാണ്. ആളുകൾ വലിയ ഒരു അമ്പരപ്പോടെയാണ് ഈ കാഴ്ച കാണുന്നത്. കാരണം വഴിനീളെ ആളുകൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ആംബുലൻസ് കടന്നു പോകുന്നതിന് വാഹനം സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗതാഗത സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ആളുകൾ വലിയ അമ്പരപ്പോടുകൂടിയാണ്, അവർ നെടുവീർപ്പിട്ടാണ് ഇത്തരത്തിൽ ഈ കാഴ്ച കാണുന്നത്. കാരണം വലിയ സന്തോഷത്തോടെ ഇവരൊക്കെ പഠിപ്പിച്ച അധ്യാപകരായിരിക്കും, ഒരുപക്ഷെ ഇവർക്കൊക്കെ പരിചയമുള്ള ആളുകളായിരിക്കും, ഇവർക്കൊക്കെ പരിചയമുള്ള കുട്ടികളായിരിക്കും. ഈ പ്രദേശത്തെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന അധ്യാപകരാണ്. ഇത്തരത്തിൽ ഗവൺമെന്റ് സ്കൂളിൽ അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ എത്തിച്ചേരും. ഏതാണ്ട് ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ആളുകൾ ഇങ്ങനെ റോഡ് നിറഞ്ഞ് നടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു നാടൊന്നാകെ ഈ വേദനയുടെ ഭാഗമായി അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അമ്പലപ്പറമ്പ് സ്കൂളിലാണ് മൃതശരീരങ്ങൾ പൊതുദർശനത്തിന് വെക്കുക. ഹാഷ്മി താജ് ഇബ്രാഹിം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് അമ്പലപ്പറമ്പ് സ്കൂൾ മുറ്റത്ത് നിന്ന് വിവരങ്ങളുമായി. ഹാഷ്മി, നേരത്തെ സംസാരിച്ചപ്പോൾ അവിടെ സാധാരണക്കാരായ ആളുകൾ അവരെത്ര വേദനയോടുകൂടിയാണ് ഈ അധ്യാപകരുടെ വിയോഗത്തെ കാണുന്നതെന്ന് മനസ്സിലായി. അവരുടെ വൈകാരികമായ പ്രതികരണങ്ങൾ അങ്ങേയറ്റം ഹൃദയസ്പർശിയായിരുന്നു. ഇപ്പോഴും ആ നാട് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. പല ബന്ധുക്കളും ഈ ഉറ്റവരെ നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞിട്ടില്ല എന്ന വിവരങ്ങൾ വരുന്നുണ്ട് ഒരു ഭാഗത്ത്. ഹാഷ്മി, എത്ര മണിക്കാണ് മൃതശരീരങ്ങൾ പൊതുദർശനത്തിന് വെക്കുക? ആംബുലൻസ് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ പ്രദേശത്തേക്ക്. വളരെ വേഗം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി അതിവേഗം നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പാങ്ങിലേക്കുള്ള യാത്രാമധ്യയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം അല്പസമയത്തിനകം കൂടെ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചികിത്സയിൽ കഴിയുന്ന 3 പേരുണ്ട്. അവരുടെ ആരോഗ്യനില ഏതാണ്ട് നല്ല നിലയിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായി അങ്ങനെ പറയാറുമായിട്ടില്ല. എങ്കിലും പ്രതീക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്താണ് ഹാഷ്മി ഇപ്പോൾ അമ്പലപ്പറമ്പ് സ്കൂൾ മുറ്റത്തെ കാഴ്ചകൾ? ഈ സങ്കടം താങ്ങാനാകാതെ വിങ്ങിപ്പൊട്ടുന്നവരുടെ നെഞ്ചു നീറുന്ന പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്താണ് അവിടെ നിന്നും ഹാഷ്മി ഇപ്പോൾ പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇവിടുന്ന് ഒരു ഏതാനും കിലോമീറ്റർ മാത്രം അപ്പുറം പടപ്പറമ്പ് എന്ന സ്ഥലത്തേക്ക് ആംബുലൻസുകൾ 9 ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഹയർ സെക്കൻഡറി സ്കൂൾ ബ്ലോക്കിലേക്ക് ഒരു നാട് മുഴുവൻ, അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ആലങ്കാരിക പറയുന്നതല്ല, ഒരു നാടൊന്നാകെ ഈ സ്കൂളിന്റെ മുന്നിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കാണുകയായിരുന്നു. നമ്മൾ ഇവിടെ രാവിലെ 5:45-6 മണി മുതൽ ഇവിടെ ഉണ്ടാണ്. ആ സമയം മുതൽ വന്നു തുടങ്ങി ഇവിടെ ഈ സ്കൂൾ ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞ് ഇവിടെ ഇതിന്റെ ഇത്
നിയന്ത്രിക്കാൻ നന്നേ കഷ്ടപ്പെടുന്ന പോലെ ഈ സ്കൂൾ ഗ്രൗണ്ട് നിറഞ്ഞ് ഒരു നാട് മുഴുവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ ഏറ്റവും വൈകാരികമായ അനുഭവങ്ങൾ തന്നെയാണ്. ഈ സ്കൂളിലെ അധ്യാപകർ, ഈ സ്കൂളിലെ അധ്യാപകരും അവർക്ക് വേറെ ഒന്നല്ല, അവരുടെ കുടുംബത്തിലെ ഒരാൾ എന്ന മട്ടിൽ തന്നെ അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പൊതുദർശനത്തിലെ ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ കൃത്യമായ രീതിയിൽ ഇവിടെ ഈ സ്കൂളിലുള്ളവർ ഈ വലിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനും അവിടെ കൃത്യമായി എല്ലാവർക്കും പൊതുദർശനം സാധ്യമാകുന്ന രീതിയിലെ ക്രമീകരണങ്ങൾ വളരെ കൃത്യമായി തന്നെ നടത്തുന്നുണ്ട്. നേരത്തെ ഇവിടെ ഓരോ മിനിറ്റും അനൗൺസ്മെന്റ് വരുന്നുണ്ട്. ആദ്യം കുട്ടികൾക്കാണ് അവർ അധ്യാപകരെ കാണാനുള്ള അവസരം. ഓർത്തു നോക്കണം, ഒരു സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ ഒരാൾ മാത്രം ബാക്കിയാക്കി, അല്ലെങ്കിൽ 2 പേർ മാത്രം ബാക്കിയാക്കി എല്ലാവരും പോയതാണ്. അപ്പൊ ഈ കുട്ടികൾക്കും ഈ അധ്യാപകർ അത്രത്തോളം പ്രിയങ്കരായ അധ്യാപകരാണ്. കാര്യം അവർ ഹെഡ് മിസ്ട്രസ് മാത്രമേ 2 വർഷമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ അധ്യാപകരൊക്കെ ഒരുപാട് വർഷങ്ങളായി ഈ സ്കൂളിൽ തന്നെ പ്രവർത്തിക്കുന്ന അധ്യാപകരാണ്. അതുകൊണ്ട് ആ കുട്ടികൾ അവരുടെ പൂർവ്വ വിദ്യാർത്ഥികൾക്കൊക്കെ കാണാനാണ് ആദ്യം പൊതുദർശനം ആ കുട്ടികളെ ആദ്യം കടത്തിവിടും. അതിനുശേഷം അവരുടെ അമ്മമാർക്ക്, അല്ലെങ്കിൽ അതിനുശേഷം സ്ത്രീകൾക്ക്, അത് കഴിഞ്ഞ് മാത്രമാണ് ഒരുപക്ഷെ പുരുഷന്മാർക്കുള്ള അവസരം ഉണ്ടാവുക. കാര്യം അത്രത്തോളം ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണമില്ലാതെ പൊതുദർശനം സാധ്യമാക്കിയത് വല്ലാതെ വൈകാനിടയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്ര കർശനമായ നിയന്ത്രണങ്ങളുള്ള പൊതുദർശനം നടക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മളിവിടെ ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഗ്രൗണ്ട് ഒരു വളരെ വിശാലമായ ഒരു ഗ്രൗണ്ടാണ്. നേരത്തെ ഈ പാങ്ങൽ LP സ്കൂളിൽ പൊതുദർശനം വെക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം അത്രത്തോളം ആളുകൾ, ഒരു നാട് മുഴുവൻ ഒന്നാകെ ഒഴുകി ഇങ്ങോട്ടേക്ക് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ, സ്കൂളിൽ അവരുടെ നാടിന്റെ സ്ഥിരകളുമായി അത്ര എഴുതുന്ന അധ്യാപകരെ കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ സ്കൂളിൽ പൊതുദർശനം വെച്ചിരുന്നെങ്കിൽ അത് സാധ്യമാകുമായിരുന്നില്ല. ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടാണ്, വളരെ വിശാലമായ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് നിറഞ്ഞൊരു പക്ഷേ ഈ ഗ്രൗണ്ട് പോലും ഇവിടുത്തെ ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് അത്രയും നിറഞ്ഞ് നിൽക്കുന്നു. റോഡിന്റെ ഇരുവശവും ഒരുപാട് ആളുകൾ, നമ്മൾ അവിടുന്ന് ഈ പോയ ജംഗ്ഷൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും റോഡിന്റെ ഇരുവശവും നിറയെ ആളുകൾ ഇവിടെ നിൽക്കുന്നു. കടകളടച്ച് ദുഃഖം ആചരിക്കുന്നു ഈ നാട് ഒന്നാകെ. ബാക്കി എല്ലാ പ്രവർത്തനവും മാറ്റിവെച്ചുകൊണ്ട് ഈ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു. അവർക്ക് അത്രത്തോളം പ്രിയങ്കരായ അധ്യാപകരാണ്, അത്രത്തോളം പ്രിയങ്കരായ അവരുടെ പ്രിയപ്പെട്ട സ്കൂളിലെ അധ്യാപകരാണ്. ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയം മുമ്പ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി. PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. ഇവിടെ നേരത്തെ ആബിദ് ഹുസൈൻ തങ്ങളുണ്ട്. ഈ മേഖലയിലുള്ള മഞ്ഞളാംകുഴി അലിയുണ്ട്. ഈ മേഖലയിലുള്ള എല്ലാ ജനപ്രതിനിധികളും, എല്ലാവരും ചെറുതും വലുതുമായി, ഇപ്പോൾ തദ്ദേശ സ്ഥാപനവും ജനപ്രതിനിധികളൊക്കെ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആംബുലൻസ് അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആംബുലൻസുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പറമ്പ് സ്കൂളിലേക്കാണ് പൊതുദർശനത്തിനായി മൃതദേഹങ്ങൾ, ചേതനയറ്റ ശരീരങ്ങൾ എത്തിക്കുക. ആ നാട്ടുകാരെ സംബന്ധിച്ച്, ആ സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ ഇത് താങ്ങാനാകുന്നതിലും അപ്പുറമുള്ള ദൃശ്യങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.